this is the official law. സംസ്ഥാനത്ത് മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT സമുച്ചയമായിട്ടാണ് ഈ ട്വിൻ ടവർ മാറുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ്. ഭിക്ഷ വാങ്ങുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും, ദാനം വാങ്ങുന്നത് അഭിമാനം നശിപ്പിക്കും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയമായ ലുലു IT ട്വിൻ ടവറുകൾ പ്രവർത്തനം ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സ്വപ്ന പദ്ധതിയായ ലുലു IT ട്വിൻ ടവറുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ P രാജീവ്, GR അനിൽ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, BJP അധ്യക്ഷനും മുൻ IT ഇലക്ട്രോണിക്സ് കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ, ഹൈബി ഈഡൻ MP, ഉമാ തോമസ് MLA തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. കേരളത്തിന്റെ IT വികസനത്തിന് വേഗത പകരുകയാണ് ലുലു ട്വിൻ ടവറുകളെന്നും ആഗോള ടെക് കമ്പനികളുടെ പ്രവർത്തനം കൊച്ചിയിൽ വിപുലമാക്കാൻ പദ്ധതി വഴിവെക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 1500 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ തന്നെ നടത്തിയ MA യൂസഫ് അലിയുടെ തീരുമാനം പ്രശംസനീയമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. IT പ്രൊഫഷണലുകൾക്ക് മികച്ച അവസരമാണ് ലുലു തുറന്നിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT സമുച്ചയമായിട്ടാണ് ഈ ട്വിൻ ടവർ മാറുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമായ ഒരു സ്ഥാപനമാണിത്. ഇതിന് നേതൃത്വം നൽകുന്ന MA യൂസഫ് അലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. പുതിയ വ്യവസായങ്ങളെയും സംരംഭകരെയും സ്വീകരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനും സർക്കാരിനും ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായതിൽ അതിയായ സന്തോഷമാണുള്ളത്. യൂസഫ് അലിയെ പോലുള്ളവരുടെ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം നമ്മുടെ നാട് ആഗ്രഹിക്കുകയാണ്. അത് സമകാലിക കേരളത്തിൻ്റെ ആവശ്യകതയാണ്. നാടിൻ്റെ വികസനം എന്നത് ഗവൺമെൻറ്റോ പ്രതിപക്ഷമോ എന്ന പ്രശ്നമില്ല. നമ്മുടെ നാടിന് വികസനം ഉണ്ടായേ തീരൂ. ആ വികസന കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ സഹകരിക്കുക, പിന്തുണ നൽകുക എന്നതാണ് നാം ആഗ്രഹിക്കുന്നതും അതാണ് നടന്നു വരുന്നത്. ഇൻഫോ പാർക്ക് ഫേസ് 2-ൽ 500 കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദ്ദേഹം ഒരു IT ടവർ എന്ന നിലയിൽ നിക്ഷേപിക്കുന്നതിന് തയ്യാറാകുന്നുണ്ട്. അതിൽ 3.5 ഏക്കർ സ്ഥലത്ത് 9.5 ലക്ഷം സ്ക്വയർ ഫീറ്റിനുള്ളൊരു ക്യാമ്പസാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. 7500 പ്രൊഫഷണലുകൾക്ക് ജോലി നൽകാൻ കഴിയുന്ന ഒന്ന്. ഇതിൻ്റെ കൂടെ തന്നെ രണ്ടാമതുള്ള ഈ സംരംഭത്തിന് ആവശ്യമായ തുടക്കവും അദ്ദേഹം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സർക്കാർ അതിന് എല്ലാ പിന്തുണയും നൽകുന്നതാണ്. ഇൻഫോ പാർക്കിലെ ഫേസ് 2-ൽ 500 കോടി മുതൽ മുടക്കിൽ പുതിയ IT സമുച്ചയം കൂടി യാഥാർത്ഥ്യമാക്കുമെന്ന് MA യൂസഫ് അലി അറിയിച്ചിട്ടുണ്ടെന്നും കേരളത്തിന്റെ വികസനത്തിന് യൂസഫ് അലി നൽകുന്ന പങ്ക് എടുത്തു കാണേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 7000 പ്രൊഫഷണലുകൾക്കാണ് പുതിയ തൊഴിലവസരം ലഭിക്കുന്നത്. 3.5 ഏക്കറിൽ 9.5 ലക്ഷം ചതുരശ്ര അടിയിലാണ് പുതിയ IT സമുച്ചയം. ലുലു IT ട്വിൻ ടവറിലൂടെ 30,000 പേർക്കാണ് തൊഴിൽ ലഭിക്കുന്നത്. വിദ്യാസമ്പന്നരായ യുവജനതയുടെ റിവേഴ്സ് മൈഗ്രേഷന് വേഗത പകരുന്നതാണ് ലുലു IT ട്വിൻ ടവറുകളെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഈ ഒരു വിസ്മയകരമായ മുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി നിങ്ങളെല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. ഞാനിതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കി. സത്യത്തിൽ ഐ വാസ് സർപ്രൈസ്ഡ്.
കാരണം ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളൊരു ബിൽഡിംഗ് നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ആർക്കിടെക്ചർ മാർവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു ബിൽഡിങ്ങാണ്. ഈ വിസ്മയം കൊച്ചിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ 30,000 പേർക്ക് തൊഴിലവസരം കിട്ടുന്ന അതൊരു വലിയ സംരംഭമായി, മറ്റുള്ളവർക്ക് ഒരു മാതൃകമായി, കൊച്ചിയുടെ ഒരു വികസനത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തിനായാണ് ഇത്ര വലിയ നിക്ഷേപം കൊച്ചിയിൽ തന്നെ നടത്തിയതെന്നും മികച്ച പ്രതിഭയുള്ള കുട്ടികൾക്ക് നാട്ടിൽ തന്നെ നല്ല ജോലി എന്ന ആഗ്രഹം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും MA യൂസഫ് അലി പറഞ്ഞു. ഞങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ 3ാമത്തെ പ്രൊജക്റ്റാണ് ട്വിൻ ടവർ. ഇന്ത്യയിൽ 27 മുതൽ 32% വരെയും യങ് പോപ്പുലേഷനാണ്. അതും അഭ്യസ്തവിദ്യരാണ്. പ്രത്യേകിച്ച് മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തൻ്റെയിടവും കഴിവുമുള്ള യുവതി യുവാക്കളാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസ്തവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട്. അവരൊക്കെ പുറത്തു പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് മലയാളികൾ. അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം. അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ഇവിടെയുണ്ട്. Tier 2 നഗരങ്ങളിൽ കൊച്ചിയുടെ ഭാവി മുന്നിൽ കണ്ടാണ് ലുലുവിന്റെ ബൃഹത്തായ IT പദ്ധതി. നല്ല ടാലന്റ് പൂളുള്ള നഗരമാണ് കൊച്ചി. അടുത്ത 3 വർഷത്തിനകം 1.5 ലക്ഷം IT പ്രൊഫഷണലുകൾക്ക് കൂടി ലുലു IT പാർക്സിലൂടെ ജോലി നൽകുകയാണ് ലക്ഷ്യം. നിലവിൽ ഇൻഫോ പാർക്കിലെ ലുലുവിന്റെ 2 സൈബർ ടവറുകളിലായി 13,800 പ്രൊഫഷണലുകളാണ് ജോലി ചെയ്യുന്നത്. ഇതിനു പുറമെയാണ് ലുലു IT ടിൻ ടവറുകളിൽ ഒരുങ്ങുന്ന തൊഴിലവസരം. കേരളത്തിന്റെ ഡിജിറ്റൽ എക്കോണമി മുന്നേറ്റത്തിന് ഇരട്ടി വേഗത നൽകുന്ന പദ്ധതിയാണ് ലുലുവിൻ്റേതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. റിവേഴ്സ് മൈഗ്രേഷന് ലുലു IT ടിൻ ടവറുകൾ കരുത്തേകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇൻവെസ്റ്റ്മെന്റ് ഗോസ് ടു വെയർ ടാലന്റ് ഇസ് ആൻഡ് ടാലന്റ് ഗോസ് ടു വെയർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ടാലന്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളെ കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യുകയാണ്. കുട്ടികൾ അവസരം നോക്കിയിട്ട് ബാംഗ്ലൂർ പോകുന്നു, ഹൈദരാബാദ് പോകുന്നു, ദുബായ് പോകുന്നു, അബുദാബി പോകുന്നു. ഇതൊരു പൊളിറ്റിക്കൽ കൺസെൻസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുക. 12.74 ഏക്കറിൽ 30 നിലകൾ വീതമുള്ള ലുലു ടിൻ ടവറുകളുടെ ഉയരം 152 മീറ്ററാണ്. 35 ലക്ഷം ചതുരശ്ര അടിയിലാണ് ടിൻ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 25 ലക്ഷം ചതുരശ്ര അടി IT കമ്പനികൾക്കുള്ള ഓഫീസ് സ്പേസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺസൈറ്റ് ഹെലിപ്പാഡ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണുള്ളത്. 3200 കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് അടക്കം 4500 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാകും. ഗ്രീൻ ബിൽഡിംഗ് മികവിനുള്ള ലീഡ് പ്ലാറ്റിനം പ്രീ സർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരത്തോടെയാണ് ടിൻ ടവറുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ടിൻ ടവറുകൾ കൂടി പ്രവർത്തന സജ്ജമായതോടെ കൊച്ചിയിലെ ഏറ്റവും വലിയ IT അടിസ്ഥാന സൗകര്യ ദാതാക്കളായി ലുലു ഗ്രൂപ്പ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ഐക്കോണിക് IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് ലുലു IT ടിൻ ടവറുകൾ. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർമാരായ മുഹമ്മദ് അൽത്താഫ്, സലീം MA, ലുലു IT പാർക്സ് ഡയറക്ടർ ആൻഡ് CEO അഭിലാഷ് വലിയവളപ്പിൽ തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തമാണിത്. അതിന് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ് ടു മിസ്റ്റർ യൂസഫ് അലി ഫോർ ഗിവിംഗ് കണ്ടിന്യൂസ് സപ്പോർട്ട് ഫോർ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. 10 ഏക്കറിൽ കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയും. എ റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. അത് ഏറെ സന്തോഷം നൽകുന്നതാണ്.